എങ്ങനെയുണ്ട് ഈ ഓഫർ കേട്ടിട്ട്? ഓഫർ ഞെട്ടിപ്പാണ്, അടിപൊളി ഓഫറാ. റീപർച്ചേസ് ചെയ്യാം, അതും ₹1 പോലും കൊടുക്കണ്ട. അതല്ല സത്യം, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് മൊത്തത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ചാകരയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഓഫർ തന്നെ കൊടുക്കും. എത്ര ആൾക്കാണ് ഇത് കൊടുക്കുന്നത്? ഒരാഴ്ച 5 പേർക്കാണ് നമ്മൾ ഇത് പ്രൊവൈഡ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹോൾസെയിൽ. കേരളത്തിലല്ല, ചരിത്രം തിരുത്തിക്കൊണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പർച്ചേസിങ് ഫ്രീ ആയിട്ട് ചെയ്യാം. നമ്മൾ മാർക്കറ്റിലെക്കാട്ടി നമ്മൾ ജസ്റ്റ് നല്ല വിലക്കുറവായിരുന്നു. ഡ്രസ്സിലോ ഒരു കേക്കിലോ ഒതുങ്ങുന്നതല്ല, ഇവര് കൊടുക്കുന്നത് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ആണ്. ഓഫർ എന്ന് പറയുമ്പോൾ ചരിത്രം തിരുത്തിക്കൊണ്ടെന്ന് തന്നെ പറയാം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റ് ഉള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചരിത്രം കുറിച്ചുകൊണ്ട് ഒരു ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കേൾക്കാത്തയും കാണാത്ത ഒരു ഓഫറാണ് ഇവർ തരുന്നത്. അതും നറുക്കെടുപ്പിലൂടെയാണ് ഈ ഒരു സമ്മാനം കിട്ടാൻ പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നറുക്കെടുപ്പിലൂടെ എന്ത് വില, നിസ്സാരം എന്തെങ്കിലുമൊക്കെ? നിസ്സാരം ഒന്നല്ല, നമ്മളാണ് നമ്മുടെ പ്രൈസ് തീരുമാനിക്കണത്. അത് 1 ലക്ഷം ആയിക്കോട്ടെ, 2 ലക്ഷം ആയിക്കോട്ടെ, 3 ലക്ഷം ആയിക്കോട്ടെ, 50 ലക്ഷം ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോണത്. ഇനി ഈ ഫ്രീ സംഭവം എങ്ങനെ കിട്ടും, എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും ഈ ഒരു സമ്മാനം, ആർക്കാണ് കിട്ടാൻ പോണത്? യെസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് എന്ന് പറയുന്നത് ചിന്നക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വടയാട്ടക്കോട്ട റോട്ടിൽ നമ്മൾ സ്ഥിരം വരുന്നൊരു സ്ഥലമാണ് ഈ ഒരു ഹീര റെഡിമെയ്ഡ് ഹോൾസെയിലേഴ്സ്. ഈ ഹീര റെഡിമെയ്ഡ് ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. എല്ലാം തിങ്കളാഴ്ച ഈ ബണ്ടൽ പൊട്ടിക്കുന്ന പരിപാടി ഇത് ഇവർ മാത്രം ചെയ്തിട്ടുള്ളൂ. ഇതേപോലത്തെ ഒരു വെറൈറ്റി സംഭവം, ഒരു സമ്മാനം, അത് നമ്മളാണ് തീരുമാനിക്കുന്നത് പറയാം. അതാണ് ഇവർ നമുക്ക് ഓഫർ തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് അകത്ത് കയറി ചോദിക്കാം എന്തൊക്കെയാണ്. 2 ഫ്ലോർ ഉണ്ട് കേട്ടോ മൊത്തം. ബാ, ഗംഭീര ഓഫറാണ് തരുന്നത് മുതലാളി. നമ്മുടെ കൊച്ചു മുതലാളി ബിസിയാണ് തോന്നുന്നു. ഹായ്, തിരക്കിലാണോ? ഹായ്, വെൽക്കം. ഗംഭീര ഒരു ഓഫർ, എന്തോ നറുക്കെടുപ്പ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഞാൻ കേട്ടില്ല. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആൾക്കാരോടൊന്ന് പറയുമോ എന്താണ് സംഭവം? എന്തായാലും ഇവിടെ മൊത്തത്തിൽ ഒരു ഫേമസ് ആൾക്കാരെ, കാരണം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഈ ഒരു ബണ്ടൽ പൊട്ടി അതിപ്പോഴും ഉണ്ട്. അപ്പൊ ഈ തിങ്കളാഴ്ച പൊട്ടിക്കലുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഇവർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. നിങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി എന്തോ ബെനിഫിറ്റ് ഒക്കെ ചെയ്തു എന്നൊക്കെ എവിടെയാ നമുക്ക് നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ നടന്ന് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മൾ നിൽക്കുന്നത് ഹീര റെഡിമെയ്ഡ് ഹോൾസെയിലാണ്. ഇതിൽ നമുക്ക് എന്താണ് ഈ ഒരു കടയുടെ പ്രത്യേകത, എന്താണ് ഇവിടെ കിട്ടുന്ന ഐറ്റംസ്? നമ്മളെ ലേഡീസിന്റെയും കിഡ്സിന്റെയും വെറൈറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം തിങ്കളാഴ്ചത്തെ ബണ്ടിൽ പൊട്ടിക്കൽ വീഡിയോ ഫസ്റ്റ് മേഡം തന്നെയാണ് ചെയ്യുന്നത്. ഞാനാണ് ലോഞ്ച് ചെയ്തത് ഫസ്റ്റത്തെ വീഡിയോ. അത് ഏകദേശം ഇപ്പോൾ 1 കൊല്ലം ആയിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോഴും ആ ഒരു പ്രൊസീജിയർ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളത്. ശരിക്കും 1 കൊല്ലമായി ഇവര് ഇങ്ങനെ തിങ്കളാഴ്ച കൃത്യം 10 മണിക്ക് ബണ്ടൽ പൊട്ടിക്കുന്നത്. ഇനി അതിൻ്റെ ഈ ബണ്ടൽ പൊട്ടിക്കുന്ന പരിപാടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു തരാം. എന്തായാലും ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഈ ഒരു ബെനിഫിറ്റ്? എന്താ നിങ്ങളുടെ സിൽവർ ജൂബിലി, എന്ത് സംഭവം നടക്കുന്നത്? നമ്മുടെ സിൽവർ ജൂബിലിയാണ്. 25 വർഷം ഹോൾസെയിലിലെ പാരമ്പര്യമുണ്ട് നമുക്കപ്പം. അപ്പം നമ്മൾ ഈ ഒരു ഓഫർ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹോൾസെയിൽ. കേരളത്തിലല്ല, ചരിത്രം തിരുത്തിക്കൊണ്ട് ഹീരാക്കാരും മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. സത്യമാണ്. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൂഫായിട്ട് വായോ, സമ്മതിച്ചു തരാം അല്ലേ? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഈ ലോകം കിടന്ന് കറങ്ങുന്ന ഒരാളാണ്. അപ്പൊ ഇനി എന്താണ് ഒരു ധമാക്ക ഓഫർ നിങ്ങൾക്ക് വേണ്ടി? അപ്പൊ ഈ പർച്ചേസ് ചെയ്യുന്ന ആരാണോ, എത്ര എമൗണ്ട് ആണോ, ഇനിയിപ്പോൾ 10 ലക്ഷം ആവട്ടെ, 20 ലക്ഷം ആവട്ടെ, എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും ആ സെയിം എമൗണ്ടിന് അവർക്ക് റിപ്പീറ്റ് വീണ്ടും പർച്ചേസ് ചെയ്യാം. അതും നമുക്ക് കളക്ഷൻസ് പിന്നെ വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഈ ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ എമൗണ്ട്. യെസ്, റീറ്റെയിൽക്കാർക്കില്ലേ, അത് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അവരെ കണക്കെന്നൊക്കെ 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം ആ കണക്കിലാണ് പെടുത്തത്. അതോടാണ് ഈ ഒരു 10 ലക്ഷം 20 ലക്ഷം പെട്ടെന്ന് പറഞ്ഞത് കേട്ടോ. സാധാരണ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഇവിടെ അവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത്ര ലക്ഷങ്ങളുടെ എമൗണ്ടിനാണ്. ഇനി ഈ ലക്ഷങ്ങളുടെ എമൗണ്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ബില്ലിംഗ് സിസ്റ്റം അവിടെ ബില്ല് ചെയ്ത് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നറുക്കെടുപ്പിന്റെ ഒരു ബോക്സിലിടും. പേയ്മെന്റ് കഴിഞ്ഞ ഉടനെ അതിനകത്ത് അവരുടെ ഇൻവോയ്സ് നമ്പർ എഴുതിയിട്ട് ഒരു ബോക്സിലോട്ട് ഇടും. പിന്നീട് ഒരാഴ്ച, അതായത് ഫുൾ ഒരു വീക്ക് മൊത്തവും നമ്മുടെ ആ പർച്ചേസിംഗിനകത്ത് പേയ്മെന്റ് വരുന്ന എല്ലാ ബില്ലുകളും നമ്മൾ ആ ബോക്സിലിടും. എന്നിട്ട് ഫൈനലി തിങ്കളാഴ്ച രാവിലെ 10:30 നമ്മൾ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കും. ഇങ്ങനെ നറുക്കെടുത്തിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ പേര് അപ്പോൾ നമ്മൾ എത്രയാണോ ഒരു ബില്ല് എമൗണ്ട് പേ ചെയ്തതെന്ന് വെച്ചാൽ ആ എമൗണ്ട് നമുക്ക് റീപർച്ചേസ് ചെയ്യാം.
അതും 1 രൂപ പോലും കൊടുക്കണ്ട, അതല്ല സത്യം. ഫ്രീ പർച്ചേസിംഗ്. എന്ത് വേണമെങ്കിലും ഈ കടയിലുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും അവർക്ക് റീപർച്ചേസ്. ഇതുപോലത്തെ ഓഫർ ആരാ കൊടുക്കാൻ സാധിക്കില്ല. ഇവര് 2 കൽപ്പിച്ച് നടക്കണമെന്നുണ്ട്. ഈ ഒരു ഓഫർ ഇവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനാണല്ലോ, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. 25 വർഷം നമ്മളെ ഇവിടം വരെ എത്തിച്ചത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കസ്റ്റമേഴ്സിന് എങ്ങനെ നമ്മൾ കൊടുക്കാമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. സാധാരണ എല്ലാവരും ഒരു കാർ കൊടുത്ത് അത് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു സ്റ്റാഫായിട്ട് ഒരു ആഘോഷം സിൽവർ ജൂബിലി ഒരു ബിരിയാണി കഴിച്ചോട്ടാ കഴിഞ്ഞതോട് കൂടി തീർന്നു. അതല്ല, ജീവിതകാലം മൊത്തം നമ്മളെ ഓർമ്മിപ്പിക്കാനും ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഒരു വലിയൊരു സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡിസംബർ 15-ാം തീയതി തൊട്ട് ജനുവരി 15-ാം തീയതി വരെ ആണ് നമുക്ക് ഈ ഒരു ഓഫർ പീരീഡ് വരുന്നത്. അതിൽ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഞായറാഴ്ച വരെ പർച്ചേസ് ചെയ്യുന്ന ബില്ല് ഇൻവോയ്സ് ബില്ല്, അത് പെയ്ഡ് ബില്ലായിരിക്കണം. അത് ഇവർ ബോക്സിലിടും. അത് എല്ലാം തിങ്കളാഴ്ച 10:30 കൃത്യം 10:30 നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ് ഇവിടെ ബണ്ടൽ പൊട്ടിക്കുന്നത്. ആ ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. അപ്പോൾ തിങ്കളാഴ്ച കറക്റ്റ് 10:30 ആകുമ്പോൾ ഇവിടെ ബണ്ടൽ പൊട്ടിക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നറുക്കെടുപ്പും കൂടി എടുക്കാം. ഈ ബണ്ടൽ പൊട്ടിക്കുന്ന പരിപാടി ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ. ബണ്ടിൽ പൊട്ടിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച സ്റ്റോക്ക് വരും. ആ സ്റ്റോക്ക് കസ്റ്റമറിന് അപ്പം തന്നെ പൊട്ടിച്ച് നമ്മൾ കൊടുക്കുകയാണ് ബണ്ടിൽ പൊട്ടിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോർമലിനെക്കാട്ടിലും റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ ബെനിഫിറ്റാണ്. അപ്പോൾ 2 ബെനിഫിറ്റ് ആണ്. 1000 രൂപയുടെ സംഭവം 300 രൂപയ്ക്ക് കിട്ടും, 350 രൂപയ്ക്ക് കിട്ടും. എക്സാക്ട് അങ്ങനെയല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പൊ ഒരു 1000-1500 കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ അന്നോട് ചോദിച്ചറിയാം. അപ്പൊ സാധാരണ നോർമൽ ഒരു ഡ്രസ്സിന്റെ റേറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു പകുതി അല്ലെങ്കിൽ ഭാഗമായിരിക്കും ആ ഒരു ബണ്ടൽ പൊട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ എറിഞ്ഞു തരുന്ന പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ ലൈവായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് അത് ബണ്ടിൽ പൊട്ടിക്കുന്നതിന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അല്ലേ ഇത്. ഈ ഓഫറിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത് ഓൾ ഐറ്റംസ് ആണ്. ബണ്ടിൽ പൊട്ടിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ ബണ്ടിൽ പൊട്ടിക്കുന്ന പരിപാടി ആ ഒരു ബില്ലിങ് അതും കൂടാണ്ട് നമുക്ക് ഈ തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ എത്ര എമൗണ്ടിന് എന്ത് എപ്പോ ഏത് ടൈമിൽ അടിസ്ഥാനത്തിലാണ് ഓഫർ കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന സമയം ഇൻവോയ്സ് ഉണ്ടെങ്കിൽ 10 ഇൻവോയ്സിൽ ഏത് ഇൻവോയ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. അപ്പൊ അത് നമുക്ക് തന്നെ ബെനിഫിറ്റ്. ഇനി ഈ ബില്ലിൽ നമ്മളിപ്പോ നോർമലി ഇപ്പൊ ഒരു 2 ലക്ഷത്തിന്റെ ബില്ലായിക്കോട്ടെ, ഇനി നറുക്കെടുപ്പിലൂടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ പേര് വീഴുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ 2 ലക്ഷത്തിന്റെ പർച്ചേസിങ് ഫ്രീ ആയിട്ട് ചെയ്യാം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ 1-2 ആൾക്കല്ല, എത്ര ആൾക്കാണ് ഇത് കൊടുക്കുന്നത്? ഒരാഴ്ച 5 പേർക്കാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാഴ്ച 5 പേർക്ക്. അങ്ങനെ ഓരോ തിങ്കളാഴ്ച വരുമ്പോൾ ഓരോ 5 ആൾക്ക് ഇങ്ങനെ പുതിയത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത ആഴ്ച പിന്നെയും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ബെനിഫിറ്റ്സ് നമ്മൾ മാക്സിമം കസ്റ്റമർ എങ്ങനെ ബെനിഫിഷ്യൽ ആക്കാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ഓഫർ ഇങ്ങനെ കൊടുക്കാനൊരു പ്രചോദനം? അങ്ങനെ ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ സമയം അറിയാലോ മാഡം. ഒന്നാമത്തെ റീസൺ ഞാൻ ബ്രേക്ക് ചെയ്യാം. സാധാരണ ഈ സമയം എന്ന് പറയുമ്പോൾ സീസൺ സമയമാണ്. സീസൺ സമയം എന്ന് പറയുമ്പോൾ ഓൾറെഡി കച്ചവടമുള്ള സമയമാണ്. ഈ കച്ചവടം ക്രിസ്മസ് കച്ചവടം എന്ന് പറയുമ്പോൾ ഒരു കച്ചവടം തന്നെയാണ്. ഓണം, ക്രിസ്മസ്, ഇതാണ് സാധാരണ റീറ്റെയിൽക്കാർക്ക് അല്ലെങ്കിൽ ഹോൾസെയിൽക്കാർക്ക് മെയിൻ കച്ചവടം എന്ന് പറയുന്നത്. ആ സമയത്ത് ഇത്രയും വലിയ ഓഫർ സാധാരണ എല്ലാവരും ഈ ഓഫ് പീരീഡിലാണ് ഈ ഓഫർ കൊടുക്കുക. സാധാരണ ഈ ഡെഡ് സ്റ്റോക്ക് ഒക്കെ എങ്ങനെയെങ്കിലും കാര്യമായി പോകാൻ വേണ്ടിട്ട്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് പുതിയത് ട്രെൻഡ് സെലക്ഷൻ ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ ഓഫറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല സീസൺ ആകുമ്പോൾ അറിയാലോ, സീസണിൽ പുതിയ ഐറ്റംസ് വന്നോണ്ടിരിക്കും. അത് ഓഫറിൽ എടുക്കാം. അതാ ഞാൻ ചോദിക്കാം, എങ്ങനെ ഇത് സാധിക്കണം ഈ സീസൺ ഇങ്ങനെ ഓഫറിൽ അടിപൊളി സംഭവം കലികെ മൊത്തത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ചാകരയാണ്. അപ്പൊ 5 ആള് ഓരോ ആഴ്ചയിൽ വെച്ചിട്ട് അവർക്ക് പുതിയത് പർച്ചേസ് ചെയ്യാം. ഇനി ഹീര ഗാർമെന്റ്സിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടും ചോദിച്ചാൽ അപ്പൊ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നത്? ലേഡീസിന്റെ കിഡ്സിന്റെ ഐറ്റംസ് ആണ്. നിങ്ങൾ ഈ ഫ്ലോറിലോട്ട് പൊക്കോ, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാന്നല്ലേ. അപ്പൊ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ അത് കൂടാണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറും കൂടി ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് കിഡ്സിന്റെ പാർട്ടി വെയർ ഐറ്റംസ്, അതേപോലെ തന്നെ നമുക്ക് കുർത്തീസ്, 2 പീസ്, 3 പീസ്, പാർട്ടി വെയർ കളക്ഷൻസ്, വെസ്റ്റേൺ വെയർ കളക്ഷൻസ്. ഇനി ഫസ്റ്റ് ഫ്ലോറും കൂടി ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഐറ്റംസ് ആണുള്ളത്. ഇനി എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്കൊന്ന് കയറി നോക്കാം. അതുപോലെ സ്കൂളുടെ ആനിവേഴ്സറി അതിനൊക്കെയുള്ള ഐറ്റംസ്. പിന്നെ പർച്ചേസിങ് എന്തായാലും തകർപ്പനായിട്ട് നടക്കട്ടെ. ഇനി ആർക്കാണ് ആ ഒരു ലക്കി വിന്നർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ 10:30 ആകുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഇവിടെ ഉണ്ടാവണം. ഇത് എങ്ങനെയാ ബാക്കിയുള്ളവർക്ക് ലൈവായിട്ട് അറിയാൻ പറ്റുക? ഇപ്പൊ ഇവിടെ ഉള്ളവർക്കല്ലാണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജിൽ സ്റ്റോറീസ് ആയിട്ട് ഇടാം. ആർക്കൊക്കെയാണ് ആ ഒരാഴ്ചയിൽ പ്രൈസ് അടിച്ചിരിക്കുന്നത് അവർക്കെല്ലാം ഞങ്ങൾ സ്റ്റോറീസ് ആയിട്ട്
അറിയാൻ പറ്റുന്ന രീതിയിൽ ഇൻസ്റ്റയിൽ സ്റ്റോറീസ് ഇടും. സ്റ്റോറീസ് ഇടാം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മാർഗത്തിൽ നമുക്ക് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടോ ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ടോ പിന്നെ ലൈവ് നിങ്ങൾക്ക് തിങ്കളാഴ്ച ഇവിടെ വരാം. അപ്പോൾ ഡിസംബർ 15 തൊട്ട് ജനുവരി 15 വരെ. അപ്പം മിസ് ചെയ്യേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു മാക്സിമം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഞങ്ങളെ കൂടുതലും അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റയിൽ കൂടുതലായിട്ട് ഞങ്ങൾ ആക്റ്റീവ് അല്ല, ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ്. അപ്പം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കയറിയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഞാൻ ആലോചിക്കാം, ഒരു 9 ലക്ഷം 10 ലക്ഷത്തിന്റെ ഒരു ബില്ല് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ ഫ്രീ ആയിട്ട് കിട്ടിയാലോ എന്ന്. അങ്ങനെ വരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വലിയ ബില്ലുകൾ വരട്ടെ. വലിയ ബില്ലുകൾ വരട്ടെ, വലിയ പരസ്യങ്ങൾ, വലിയ എന്താ പറയാ ഫ്രീ ഗിഫ്റ്റുകൾ ഇതൊക്കെ കൊടുക്കുക. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രസ്സിലോ ഒരു കേക്കിലോ ഒതുങ്ങുന്നതല്ല, ഇവര് കൊടുക്കുന്നത് ഇത്രയും വലിയൊരു ഗിഫ്റ്റാണ്. അടിപൊളി. ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത് തന്നെയാണ് സത്യം. അപ്പൊ ശരി, ഞാൻ ഇനി കൂടുതലും നമുക്ക് ഒന്ന് സെക്ഷനിലൊന്ന് പോയി നോക്കാം എന്തൊക്കെയാ നമുക്ക് കാര്യങ്ങൾ. നമ്മുടെ ആളെവിടെ പോയി തിരക്കിലാണെന്ന് തോന്നുന്നു. ഇക്ക അവിടെ ഉണ്ടല്ലോ, നമ്മുടെ വലിയ മുതലാളി അവിടെ ഉണ്ടല്ലോ. ഇക്ക ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇപ്പം ഞാൻ മോനായിട്ട് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ ഫ്ലോറിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പ്രതീക്ഷയിൽ എവിടെ ഉണ്ട്. 2 വാക്കൊന്ന് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറയുമോ? ഇപ്പം ഈ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലോ. ഞങ്ങൾ ഈ ജൂബിലി അല്ലേ, ഞങ്ങൾ ജൂബിലി ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ഇത്രയും ഉയർത്തിയും വളർത്തിയും ഒക്കെ നമ്മുടെ കസ്റ്റമറാണ്. ആ കസ്റ്റമറിന് നല്ലൊരു ഓഫർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു ഓഫർ തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഓഫർ കൊടുക്കാറില്ല. കൊടുക്കുമ്പോൾ ഓഫർ വളരെ മെച്ചപ്പെട്ട അവരെ ആകർഷണീയമായ ഒരു ഓഫർ കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊരു വലിയ ബിഗ് ഓഫറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതവർ പ്രയോജനപ്പെടുത്തരുത്. നമ്മുടെ കസ്റ്റമർ, നമ്മുടെ കുടുംബത്തിലുള്ളവരല്ല നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞു, അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ. അതന്നെ. അപ്പം ആ സല്യൂട്ട് കൊച്ചു മുതലാളിക്കുള്ളത് വലിയ മുതലാളിക്ക് കൂടി കിടക്കട്ടെ. ഇത്ര വലിയ ഓഫർ നമ്മുടെ കൊച്ചു മുതലാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഏകദേശം. ഇനി നമ്മുടെ ഈ ഒരു നറുക്കെടുപ്പിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതെന്താ, സാധാരണ നമ്മൾ റീറ്റെയിൽ എന്നൊക്കെ പറയുമ്പോൾ ചവറ് പോലെ ഇങ്ങനെ ആൾക്കാർ വരും അല്ലേ. അപ്പോൾ ഇവിടെ കച്ചവടക്കാർ മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ സാധ്യത കൂടുതലാണ് വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മൾ GST ഉള്ള ഇല്ലെങ്കിൽ റീസെയിൽ ചെയ്യാൻ പറ്റുന്ന കച്ചവടക്കാർക്ക് മാത്രമാണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പം അവർക്ക് മാത്രമാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ കുറച്ച് ആൾക്കാർ 5 ആൾക്കെന്ന് പറയുമ്പോൾ വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു ചാൻസ് സത്യം പറയാൻ വെച്ചാൽ മിസ് ചെയ്യേണ്ടെന്നാ പറയുള്ളൂ. സാധാരണ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ സകല ജനങ്ങൾ വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെറും കച്ചവടക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലിംഗ് പർപ്പസ്, നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് സെല്ലിംഗ് പർപ്പസുകാർക്കാണെങ്കിൽ അവർക്ക്, ഈ പേഴ്സണൽ യൂസുകാർക്ക് നമ്മൾ സെയിൽ ചെയ്യില്ലല്ലോ. ഇല്ല. അപ്പം അതാണ് ഈ ഓഫറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് കേട്ടോ. അപ്പോൾ മാത്രമല്ല, ഈ ആക്ച്വലി കടയിലുള്ള ഏത് സാധനവും ഈ ഫ്രീ പർച്ചേസിൽ ഉൾപ്പെടുത്തുന്നു. ഇന്ന ഐറ്റം ഒന്നോ അങ്ങനെ ഐറ്റം ഡിവൈഡ് ചെയ്യുന്നുമില്ല. അതെ, നമുക്ക് ഒരു കൗണ്ടർ അതിന് വേണ്ടി മാറ്റി വെച്ച ഒരു കൗണ്ടർ ഇതിന് വേണ്ടി മാറ്റി അങ്ങനെയല്ല. ഈ കടയിൽ വന്ന ഏറ്റവും സെലക്ഷൻ, ഏറ്റവും പുതിയ ഐറ്റംസ് അവർക്ക് സെലക്ട് ചെയ്തെടുക്കാം എന്നതാണ് വേറൊരു പ്രത്യേകത. അതാണ്. അപ്പൊ നമുക്ക് ഇനി കളക്ഷൻസ് നോക്കാം. ഈ സൈഡ് ആണെങ്കിൽ നമുക്ക് കുർത്തീസ് ഇപ്പൊ പറഞ്ഞാൽ മെയിൻ ആയിട്ട് ക്രിസ്മസിന്റെ ഐറ്റംസ് ആണല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ എല്ലാം കാണിക്കലെന്ന് പറഞ്ഞാൽ കോപ്പിഡ് ആയി പോകുന്നുണ്ട്. നമ്മളെല്ലാം കാണിക്കുന്ന പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ജസ്റ്റ് ഐറ്റങ്ങൾ ഇതെല്ലാം റെഡ് വൈറ്റ് ടോപ്പുകളൊക്കെയാണ്. ഇതൊക്കെ ഇരിക്കുന്നത് കളർ റെഡ് വൈറ്റ് ആയാലും പല പല മോഡൽസ് ആണ് ഇരിക്കുന്നത്. ഒരുപാട് മോഡൽസ് ഉണ്ട്. എല്ലാം കാണിക്കലെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. പിന്നെ അല്ലാതെ ഹാൻഡ് വർക്ക് കുർത്തീസുകളുണ്ട്, അല്ലാതെ റയോൺ കുർത്തീസുകളുണ്ട്, പിന്നെ വെർട്ടിക്കനുണ്ട്, കോട്ടൺ ഉണ്ട്, റംഗോളി സിൽക്ക് ഉണ്ട്, ജോർജറ്റിലുണ്ട്. ഈ റെഡ് ആൻഡ് വൈറ്റിന്റെ ഒരു 2 പീസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. 2 പീസ്, വേറെ എല്ലാം ഓപ്പൺ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും 2 പീസ്. ഒരു ഐഡിയ. റെഡ് തന്നെ ഹാൻഡ് വർക്ക് വരുന്നത്. ഓ, ഇതൊക്കെ ഹാൻഡ് വർക്കിലോട്ടെ. റെഡിനകത്ത് റെഡ് തന്നെ ഹാൻഡ് വർക്ക് വരുന്നു. പിന്നെ റെഡിനകത്ത് വൈറ്റ് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പല മെറ്റീരിയൽസ് തന്നെ പലതുണ്ട്. പല മെറ്റീരിയൽസ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. വെർട്ടിക്കൽ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ഷിഫോൺ ഉണ്ട്, പിന്നെ വെസ്റ്റേൺ. ഇത് ഇവിടെ എല്ലാം റെഡ് വൈറ്റുകളാണ്. റെഡ് വൈറ്റ്. പിന്നെ എടുക്കുമ്പോ ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണം. എങ്ങനെയാ എടുക്കേണ്ടത്? ഇതെന്ന് പറഞ്ഞാൽ 4 പീസാണ്. ലാർജ് ടു XXL വരെ ഒരു സെറ്റിനകത്ത്. പിന്നെ മീഡിയം ടു ഡബിൾ അങ്ങനെയൊക്കെ വരും. 4 പീസാണ് ഒരു സെറ്റ്. അങ്ങനെ എടുക്കേണ്ടി വരും. ഹാൻഡ് വർക്ക് വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, വൈറ്റിനകത്ത് റെഡ്
റെഡ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ പല ഐറ്റംസ് ഇങ്ങനെ ഇത് റെഡ് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ ക്രിസ്മസ് അല്ലേ, ഇപ്പൊ മെയിൻ ആയിട്ട് ക്രിസ്മസിന്റെ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. പിന്നെ കോട്ട് സെറ്റുകളുണ്ട്. കോട്ട് സെറ്റ് ആ സെറ്റ് ആ സൈഡ് കോട്ട് സെറ്റുകളുണ്ട്. കോട്ട് സെറ്റ് അങ്ങനെ പിന്നെ ഹാൻഡ് വർക്ക് കുർത്തീസ്, പിന്നെ വെസ്റ്റേൺ വെയർ കളക്ഷൻസ്. പിന്നെ ഇതൊക്കെ നമുക്ക് 2 പീസ് 3 പീസ് കോട്ട് സെറ്റ്, ജയ്പൂരി കോട്ടൺ, 3 പീസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. ഐറ്റംസ് കുർത്തീസിന്റെ എല്ലാം ഈ നമ്മൾ മാർക്കറ്റിൽ കാട്ടി നമ്മൾ ജസ്റ്റ് നല്ല വിലക്കുറവായിരിക്കും. എവിടുന്ന് കിട്ടിയ എങ്ങനെ കമ്പയർ ചെയ്താലും നേരിട്ട് വന്ന് നോക്കിയാൽ അതിന്റെ ഇത് അറിയാൻ പറ്റും. വില ഡിഫറൻസ് മനസ്സിലാക്കാൻ. ഇനി വില കുറവാന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി കുറവാണോ? അല്ല, ക്വാളിറ്റി ഉള്ളതിന് തന്നെയാണ് വില കുറവ്. വില കുറവ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഫ്രോക്കുകളാണ്. കുട്ടികളുടെ ഫ്രോക്കുകൾ, ഫ്രോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു ആനുവൽ ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒറ്റ കളറുകൾ തന്നെ എത്ര പീസ് വേണമെങ്കിലും കിട്ടും. അതിന്റെ കളർ റെഡ്, ക്രിസ്മസിന്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ്. ഇതെല്ലാം ആനുവൽ ഡേയ്സിന്റെ വേറെ കളേഴ്സ്, ഒരുപാട് കളേഴ്സുകളുണ്ട്. ഇപ്പൊ ഡാൻസ് ആനിവേഴ്സറി അതൊക്കെ വരുമ്പോ ഒരേപോലത്തെ എടുക്കണം ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതൊക്കെ അങ്ങനെയുള്ള ഇതെന്ന് പറഞ്ഞാൽ 2 പീസ് ആണ്. 2 പീസോ? ഡാൻസിനൊക്കെ പറ്റിയ ഐറ്റംസ്. എത്ര പീസ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഇത് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ സെക്ഷൻ ആണോ? ഇതെന്ന് പറഞ്ഞാല് പോലീസ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സ്കൂൾ ആനുവൽ ഡേക്ക് എത്ര പീസ് വേണമെങ്കിലും കിട്ടുന്ന ഐറ്റംസ് ആണ്. അതിലൊക്കെ പല പല ഇത് സൈസസ് ഒക്കെ എങ്ങനെ വരിക? 22, 24, 26, 28, 30, 32, 34 അങ്ങനെ വരും. അങ്ങനെയാണ് സൈസസ്. 22, 32 സൈസ് ഉണ്ട്. പിന്നെ പല പല മോഡൽസുകളുണ്ട്. ഇതൊക്കെ ഇപ്പം ഒരു സെറ്റിനകത്ത് 3 അളവ് ആണെങ്കിൽ 3 അളവായിട്ട് നമുക്ക് ഈ സ്കൂളിന്റെ അങ്ങനെയൊക്കെ എത്ര പീസ് വേണമെങ്കിലും എടുക്കാം. ഏത് കളർ സെലക്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് അങ്ങനെ കളറുകൾ സെലക്ട് ചെയ്യാം. അത് ബർത്ത്ഡേ ഫ്രോക്ക് തൊട്ട് വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്രോക്കിന്റെ ഇഷ്ടംപോലെ സ്കൂളിന്റെ ആനിവേഴ്സറിക്കും അതുപോലെ ഓരോ പരിപാടിക്ക് പോകുന്നതാണ്. അപ്പൊ കുട്ടികളുടെ നല്ല കളക്ഷൻസ്. പിന്നെ ആൺകുട്ടികളുടെ ആണെങ്കിൽ ആൺകുട്ടികളുടെ ഉണ്ട്. മിലിറ്ററി ഡ്രസ്സുകളുണ്ട്. മിലിറ്ററി ഡ്രസ്സുകളുണ്ട്. ഇതിപ്പോ ഒറ്റ ഡിസൈനിൽ തന്നെയാണ്. എത്ര പീസ് വേണമെങ്കിലും തരും. സെയിം അതിൽ തന്നെ കളേഴ്സ് വേറെ വേറെ കിട്ടും കേട്ടോ. എന്തോരം ഇതൊക്കെ വെസ്റ്റേൺ വെയറോ? വെസ്റ്റേൺ വെയർ ഓപ്പൺ ചെയ്താൽ ഇവിടെ തീരൂല, അത്രയും കളക്ഷൻ. പിന്നെ ആൺകുട്ടികളുടെ മിലിറ്ററി, പോലീസ് ഇതൊക്കെ ഉണ്ടോ? മിലിറ്ററി വേണോ പോലീസ് വേണോ? ഏത് വേണം തീരുമാനിച്ചത്. പക്ഷെ എടുക്കുമ്പോ സെറ്റ് ആണോ പോലീസ് ആണോ നിങ്ങളെ ചോയ്സ്. അതെ, പക്ഷെ എടുക്കുമ്പോ സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ സെറ്റ് ആയിട്ട് എടുക്കണം. ഇതൊക്കെ വെസ്റ്റേൺ വെയറുകളാണ്. വെസ്റ്റേൺ വെയർ ഫ്രോക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി മൊത്തം കാണിക്കാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വെറൈറ്റീസ് എത്ര വേണമെങ്കിലും. പിന്നെ ലാച്ചയുടെ ഏത് കളറാണെങ്കിലും അതെ ഇവിടെ ഏത് അളവും നമുക്ക് എടുക്കാം. അങ്ങനെ ലാച്ചയുടെ കളറുകളാണ്. എല്ലാം ഫ്രോക്കുകളാണ്. അതൊക്കെ 4-5 കളേഴ്സ് ഉണ്ടാവും. ആവശ്യാനുസരണം കളറുകളുണ്ട്. എത്ര കളറുകൾ വേണമെങ്കിലും എല്ലാം ലാച്ച അങ്ങനെ ഈ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം അല്ലേ? കെട്ടായിട്ട് ഒറ്റ കളർ എത്ര പീസ്. പിന്നെ ഈ എടുക്കുമ്പോ ഇപ്പൊ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു മാസത്തെ കാലയളവ്. നമുക്ക് ഡിസംബർ 15-ാം തീയതി തൊട്ട് ജനുവരി 15-ാം തീയതി വരെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. അതെ, പിന്നെ നമ്മുടെ ആ ഒരു ബില്ലിങ്ങിന് അത് 5 ആൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടാന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം. നമ്മുടെ ലൊക്കേഷൻ എവിടെ വരുന്നത്? കൊല്ലം പടയാറ്റുകോട്ട റോഡ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര ദൂരമുണ്ട്? 1 കിലോമീറ്റർ ഇല്ല. 1 കിലോമീറ്റർ ഇല്ല കേട്ടോ. പക്ഷെ ഇത് ഹോൾസെയിൽ ആണ്. റീറ്റെയിൽകാർ വിളിക്കും വേണ്ട, അവർക്ക് ബില്ല് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഹോൾസെയിൽ ആണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നമുക്ക് അവിടുത്തെ ഓണറിനോട് സംസാരിക്കാം. മുകളിൽ ഒരു ഫ്ലോറും കൂടി ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. എന്താണ് ഞാൻ ഐറ്റംസ് കാണിക്കുന്നില്ല, എന്നാലും ഫ്ലോർ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് മുകളിലത്തെ ഫ്ലോർ. ഇവിടെയാണ് കുട്ടികളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എല്ലാം കളക്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പെൺകുട്ടികളുടെ മാത്രം കാണിച്ചിട്ടുള്ളൂ, ആൺകുട്ടികളുടെയും കാണിക്കാനുണ്ട്. പക്ഷേ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തം നേരം പോവും. അതുപോലെ തന്നെ ഇവരുടെ ഐറ്റംസൊക്കെ കോപ്പി ആവാനായിട്ട് ചാൻസസും കൂടുതലാണ്. കോമ്പറ്റീഷൻ ഇവിടെ നന്നായി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കളക്ഷൻസ് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഓണറായിട്ട് ഒന്നുകൂടി സംസാരിക്കാം. ഓണർ ഇത്തിരി തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. കസ്റ്റമറാണോ ഇവർ? ഞാനൊന്ന് 2 മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ. അതെ, ഇവിടെ ഒരു ഓഫർ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ?
അറിഞ്ഞായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. വന്നപ്പോൾ അറിഞ്ഞ എന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ എന്ന് വെച്ചാൽ ഡിസംബർ 15 തൊട്ട് ജനുവരി 15 വരെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ ഈ ബില്ല് ഇവിടെ നറുക്കെടുപ്പിലൂടെ അതും എല്ലാം ആഴ്ചയിൽ നറുക്കെടുക്കുമ്പോൾ ഈ ബില്ല് എമൗണ്ടിൻ്റെ വിജയിക്കുകയാണെങ്കിൽ ആ സെയിം പ്രൈസിന് നമുക്ക് വീണ്ടും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. എങ്ങനെയുണ്ട് ഈ ഓഫർ കേട്ടിട്ട്? ഓഫർ ഞെട്ടിപ്പാണ്, അടിപൊളി ഓഫറാ. അല്ലേ? അതെ അതെ. എന്താ ഇനി എന്താ നിങ്ങൾ തീരുമാനിക്കണേ ഉദ്ദേശിക്കണേ? ഇനിയിപ്പോ അടുത്ത ആഴ്ച വന്ന് വീണ്ടും പർച്ചേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കളക്ഷനൊക്കെ നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്. റേറ്റ് കുറവാണ്. അതാണ് എല്ലാവർക്കും ഈ ഏരിയനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ക്വാളിറ്റി ഉണ്ട്, റേറ്റ് കുറവാണ്. സ്മോൾ ഫംഗ്ഷൻ ഒക്കെ നല്ല ഐറ്റമാണ് ഇവിടെ ഉള്ളത്. ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ നല്ല ഐറ്റംസ്. അപ്പൊ ഇനി എത്ര ബില്ലായാലും ഇനി ഫ്രീ ആവുന്ന പറയണേ അല്ല? ഞെട്ടിച്ചില്ലേ? ഈ ഞെട്ടലോട് കൂടിയിട്ടാണ് അവരെല്ലാരും അവിടെ ഇരിക്കുന്നത്. എന്തായാലും എന്താ പേര്? റാസി. എവിടുന്ന? രാജകുമാരി. രാജകുമാരി. അപ്പൊ അടിപൊളി, താങ്ക് യു. ഇത്രയും നല്ലൊരു ഓഫർ തന്നെ നമ്മൾക്ക് ഇവരോട് ഒരു നന്ദി വാക്ക് പറയാം ഇല്ലേ? ഞെട്ടിച്ചു. ശരി, ഇനി രണ്ടു വാക്ക് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ എന്തായാലും അവസാനിപ്പിക്കാൻ പോവാണ്. എന്തെങ്കിലും ഇനി പ്രത്യേകിച്ച് പറയാനുണ്ടോ നമ്മുടെ ലൊക്കേഷനോ അല്ലെങ്കിൽ ആൾക്കാരോട് ഇങ്ങനെ ഒരു ഓഫർ ഇത്രയും ഭാഗമായി അപ്പൊ എല്ലാവരും നേരിട്ട് വരാൻ ശ്രമിക്കാന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അപ്പം നമ്മുടെ ഓഫറെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ജനുവരി 15-നകമുള്ള ഈ ടൈം പ്രയോജനപ്പെടുത്തി നിങ്ങൾ നേർക്കേറെ വന്ന് പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ ഓരോരുത്തരും എടുക്കുക. ഓക്കെ, താങ്ക്സ്. അതെ, അത് തട്ടിപ്പല്ല ഉടായ്പല്ല, ഇത് നമ്മളെ ജെന്യൂനാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയായിരിക്കും നമ്മൾ നറുക്കെടുക്കുന്നത്. ആഴ്ചയിൽ 5 പേർക്കുണ്ടാകും ആ നറുക്കിന്റെ ഫലം. അതും ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ നറുക്കെടുപ്പിക്കും. ആർക്കാണ് ഈ നറുക്കെടുപ്പിലൂടെ വീഴാന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ഓഫർ എന്ന് പറയുമ്പോൾ ചരിത്രം തിരുത്തിക്കൊണ്ടെന്ന് തന്നെ പറയാം. അതാണ് നമ്മുടെ ഹീരക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു സംഭവമായി മാറിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലത്തുള്ള വടകോട്ട റോഡിൽ ചിന്നക്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഹീര റെഡിമെയ്ഡ് ഹോൾസെയിലേഴ്സ്. അപ്പോൾ ഹോൾസെയിലാണ് കേട്ടോ, പ്രത്യേകം എടുത്ത് പറയുകയാണ്. അത് ഉദ്ദേശിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.